Listen, forests of India. Forests are important gift of nature. Ideally, 1/3, 33% of the total area of a country should be under forest. At present, only about 1/5, 20% of India's total area is under forest. This is not enough. എന്താ പറഞ്ഞത്? ഫോറസ്റ്റ് എന്ന് പറഞ്ഞത് ഫോറസ്റ്റ് ആർ ആൻ ഇമ്പോർട്ടന്റ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഗിഫ്റ്റ് ആണ് ഏത്? ഫോറസ്റ്റ്. ഐഡിയലി 1/3 ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് എ കൺട്രി ഷുഡ് ബി അണ്ടർ ഫോറസ്റ്റ്. അതായത് ഒരു കൺട്രിയില് 1/3, ദാറ്റ് ഈസ് 33% എന്തുണ്ടാവണം? ഫോറസ്റ്റ് ഉണ്ടാവണം. ഒരു കൺട്രിയുടെ 33% ഫോറസ്റ്റ് ഉണ്ടായിരിക്കണം. അറ്റ് പ്രസന്റ് ഓൺലി അബൌട്ട് 1/5, 20% ഓഫ് ഇന്ത്യ ടോട്ടൽ ഏരിയ ഈസ് അണ്ടർ ഫോറസ്റ്റ്. 33% നമുക്ക് ഫോറസ്റ്റ് ഉണ്ടാവണം നമ്മുടെ കൺട്രിയിൽ. പക്ഷെ നമുക്ക് എത്രയേ ഉള്ളൂ? ഓൺലി 20%, 20% മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ എന്തുള്ളൂ? ഫോറസ്റ്റ് ഉള്ളൂ. എത്ര വേണം? 33% വേണം. ദിസ് ഈസ് നോട്ട് ഇനഫ്. 20% എന്നുള്ള 20% ഫോറസ്റ്റ് നമുക്ക് പോരാ. നമുക്ക് എത്ര വേണം? 33 തന്നെ വേണം. Forests are very useful to us. They give us many things such as wood, herbs, fruits, gum, medicinal plants. They also provide shelter to animals. Wood from trees is used to make many things. Can you name a few? എന്താ പറഞ്ഞത്? ഫോറസ്റ്റ് എന്ന് പറയുന്നത് വെരി യൂസ്ഫുൾ ടു us. Forests are very important and it is helps us in different methods such as these forests give us wood, മരം നമുക്ക് തരുന്നു, herbs, പിന്നെ fruits, gum, medicinal plants. ഇതൊക്കെ തരുന്നത് നമുക്ക് എവിടുന്ന് കിട്ടുന്നത്? ഫോറസ്റ്റിൽ നിന്നാണ്. Forests are very important. Forests are very useful to us because these forests are give us many things such as wood, herbs, fruits, gum, medicinal plants, etc. They also provide shelter to animals. ഈ ഫോറസ്റ്റ് എന്ത് നൽകുന്നു? ആനിമൽസ്, മൃഗങ്ങൾക്ക്, വന്യമൃഗങ്ങൾക്ക് ആവാസവും കൂടെ നൽകുന്ന ഏതാണ്? നമ്മുടെ ഫോറസ്റ്റ് ആണ്. Wood from trees is used to make many things. Can you name a few? അതായത് ഈ വുഡ് നമ്മൾ പല സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? എന്തൊക്കെ സാധനങ്ങളാ? എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വുഡ് നമ്മൾ ഉപയോഗിക്കാം? ഡോറ്, വിൻഡോസ്, ഷെൽഫ്സ് അല്ലെ? ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ വുഡ് ഉപയോഗിക്കാം? അല്ലേ മക്കളെ? Any types of forest. Many types of forests are found in India. They are classified into the following groups. ഇന്ത്യയിൽ പല തരത്തിലുള്ള ഫോറസ്റ്റ് ഉണ്ട്. Forests are many types in India. They are classified into the following groups. താഴെ പറയുന്നവയാണ് ഏതൊക്കെ നമ്മുടെ ഫോറസ്റ്റിന്റെ ടൈപ്സ്. ഒന്ന്, എവർഗ്രീൻ ഫോറസ്റ്റ്, ഡെസിഡുവസ് ഫോറസ്റ്റ്, തോൺ ബുഷസ്, മൗണ്ടെയിൻ ഫോറസ്റ്റ്, then tidal forest. These are the types of forest. Forests are classified into the evergreen forest, deciduous forest, thorn forest, mountain forest, tidal forest. 5 തരത്തിലുള്ള ഫോറസ്റ്റ് ഉണ്ട്. ഒന്നാമത്തത് എവർഗ്രീൻ ഫോറസ്റ്റ്. എന്താ എവർഗ്രീൻ എന്ന് പറഞ്ഞാല്? എവർഗ്രീൻ എപ്പോഴും പച്ച നിറാണ്, നിത്യഹരിത വനങ്ങൾ അല്ലെ? എവർഗ്രീൻ ഫോറസ്റ്റ്. Evergreen forests are mostly found in hot and wet regions. In India, they are found on the rainy slopes of the Western Ghats, the hills of Northeast India, and in the Andaman and Nicobar Islands. So, evergreen forest എന്ന് പറഞ്ഞാൽ എപ്പോഴും green ആയിരിക്കും, evergreen ആണ്. Evergreen forests are mostly found in hot and wet region. Hot and wet regionsലാണ് ഇത് കാണപ്പെടുക? ഈ evergreen forest കാണുക. In India, they are found on the rainy slopes of the Western Ghats. ഇന്ത്യയിലെ വെസ്റ്റേൺ ഗാഡ്സിലാണ് എന്ത് കാണുക? നമ്മുടെ എവർഗ്രീൻ ഫോറസ്റ്റ് കാണുക. Then the hills of Northeast India and in the Andaman Nicobar Island. Andaman Nicobar Islandലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഇവിടെയൊക്കെ നമുക്ക് എവർഗ്രീൻ ഫോറസ്റ്റ് കാണാൻ പറ്റും. ഒന്നാമത്തത് എവർഗ്രീൻ ഫോറസ്റ്റ്. എവർഗ്രീൻ ഫോറസ്റ്റ് is a type of forest. These forests are found in hot and wet region. In India, they are found in rainy slopes such as Northeast India and Andaman and Nicobar Islands. Andaman Nicobar Islandsലും അതുപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും വെസ്റ്റേൺ ഗാഡ്സിലൊക്കെയാണ് നമുക്ക് എവർഗ്രീൻ ഫോറസ്റ്റ് ഇന്ത്യയിൽ കാണാൻ പറ്റുക.
Next paragraph. The trees found in evergreen forests do not shed their leaves. Thus, they remain green throughout the year. അതാണ് നമ്മൾ പറഞ്ഞ എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ എവർ എന്ന് പറഞ്ഞാൽ എന്താ എല്ലായ്പ്പോഴും. ഗ്രീൻ മീൻസ് പച്ച. അപ്പൊ എല്ലായ്പ്പോഴും പച്ച നിറത്തിലാണ് എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടാവുക. അതിന്റെ അർത്ഥം എന്താ? The trees found in evergreen forest do not shed their leaves. അത് ഇലകൾ പൊഴിച്ചു കളയോ? ഇല്ല, ഇല പൊഴിക്കുന്ന ഒരു സീസൺ എവർഗ്രീൻ ഫോറസ്റ്റിന് ഇല്ല. But they do not shed their leaves. Thus they remain green throughout the year. അതുകൊണ്ട് ഇല പൊഴിക്കുന്ന ഫോറസ്റ്റ് അല്ല എവർഗ്രീൻ ഫോറസ്റ്റ്. അതുകൊണ്ട് എപ്പോഴും അതിന് എങ്ങനെയായിരിക്കും? എവർഗ്രീൻ ആയിരിക്കും. എപ്പോഴും പച്ച നിറത്തിലാണ് കാണപ്പെടുക. അപ്പൊ നമുക്കറിയാം റബ്ബർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചില സീസൺ ആകുമ്പോൾ എന്ത് ചെയ്യും? അത് മുഴുവൻ ഇലയും പൊഴിക്കും അല്ലെ? കാണാറില്ലേ? റബ്ബറിന്റെ ഒക്കെ ഇല മുഴുവനും പോയി കാണാറില്ലേ? അതുപോലെയല്ല ഏത് എവർഗ്രീൻ ഫോറസ്റ്റ്. എവർഗ്രീൻ ഫോറസ്റ്റ് എന്ത് ചെയ്യില്ല? ഡു നോട്ട് ഷെഡ് ദർ ലീവ്സ്. അത് ഇലകൾ പൊഴിക്കാറില്ല. അതുകൊണ്ട് they remain green throughout the year. എല്ലായ്പ്പോഴും അതിന്റെ പച്ച നിറം നിലനിൽക്കും. Okay. Next one. Trees in evergreen forest are tall and have a broad canopy at the top. Their wood is very hard. The remaining evergreen trees are ebony, mahogany and rosewood. എന്താ പറഞ്ഞത്? എവർഗ്രീൻ ഫോറസ്റ്റിലെ ട്രീസ് എന്ന് പറയുന്നത് എപ്പോഴും ടോൾ ആയിരിക്കും. നല്ല ഉയരമുള്ള മരങ്ങളായിരിക്കും എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണപ്പെടുക. And a broad canopy at the top. എന്താ canopy എന്ന് പറഞ്ഞാല്? കൂടാരം പോലെ നല്ല റൂഫ് ആയിട്ടുണ്ടാവും. കാരണം ഇലകൾ ഒരിക്കലും അത് പൊഴിക്കാറില്ല. ഇലകൾ പൊഴിയാറില്ലാത്തത് കൊണ്ട് എപ്പോഴും അതിന്റെ നല്ലൊരു റൂഫ് പോലെ ആയിരിക്കും അതിന്റെ മുകൾ വശം ഉണ്ടാവുക. എവർഗ്രീൻ ഫോറസ്റ്റിലെ ട്രീസ് എന്ന് പറയുന്നത് ട്രീസ് ഇൻ എവർഗ്രീൻ ഫോറസ്റ്റ് ആർ ടോൾ ആൻഡ് ഹാവ് എ ബ്രോഡ് കാനോപ്പി അറ്റ് ദ ടോപ്പ്. മുകളിൽ എപ്പോഴും നല്ല പച്ച നിറത്തിൽ അല്ലെ റൂഫ് പോലെ ഉണ്ടാവും. Their wood is very hard. Evergreen forest wood എന്ന് പറയുന്നത് എപ്പോഴും ഹാർഡ് wood ആയിരിക്കും. The remain evergreen trees are ebony, mahogany and rosewood. എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന മരങ്ങള് ebony, mahogany and rosewood. These are the trees found in evergreen forest. ഒന്നും കൂടെ ഞാൻ പറയാം. Evergreen forest mostly found in hot and wet region. In India they are found on the rainy slopes on Western Ghats, Northeast India, Andaman and Nicobar Islands. Evergreen forests do not shed their leaves. Thus, they remain green throughout the year. Evergreen forest. In evergreen forest, trees are tall and wood is very hard. Then, പിന്നെ എന്താ പറഞ്ഞത്? അതിന്റെ മുകൾ വശം, അതായത് എവർഗ്രീൻ ഫോറസ്റ്റിലെ ട്രീസിന്റെ മുകൾ വശം എപ്പോഴും എങ്ങനെയായിരിക്കും? കനോപ്പി പോലെ. അതായത് കനോപ്പി മീൻസ് നല്ല റൂഫിംഗ് പോലെ ആയിരിക്കും ഉണ്ടാവുക, ഇലകൾ പൊഴിക്കാത്തത് കൊണ്ട്. ഇനി അവിടെ കാണുന്ന മെയിനായ ട്രീസ് എന്ന് പറയുന്നത് എബോണി, മഹാഗണി ആൻഡ് റോസ്വുഡ്. ഓക്കെ, എബോണി, മഹാഗണി ആൻഡ് റോസ്വുഡ് ആർ ദ ട്രീസ് വി ക്യാൻ ഫൗണ്ട് ഇൻ എവർഗ്രീൻ ഫോറസ്റ്റ്. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. എവർഗ്രീൻ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താ? എവർഗ്രീൻ ഫോറസ്റ്റിന്റെ പ്രത്യേകത? അത് ഇലകൾ പൊഴിക്കോ? ഇല്ല. ദേ ഡു നോട്ട് ഷെഡ് ദർ ലീവ്സ്. ഒരിക്കലും അത് ഇലകൾ പൊഴിക്കാറില്ല. അവിടെ മെയിനായി കാണുന്ന ട്രീസ് എന്താ? വിച്ച് ആർ ദ ട്രീസ് ഫൗണ്ട് ഇൻ എവർഗ്രീൻ ഫോറസ്റ്റ്? എബോണി, മഹാഗണി, റോസ്വുഡ്. കനോപ്പി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? കനോപ്പി എന്ന് പറഞ്ഞാല് ഇടതൂർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല റൂഫ് പോലെ എന്താ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടക്കാത്തത്രയും രീതിയില് ഇലകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന. Okay. Next one, deciduous forest. Deciduous forest. Listen. Deciduous forests are also called monsoon forests. They are usually found along the foothills of the Himalayas and in the wetter parts of the southern plateaus. They cover more area in India than the evergreen forest. But deciduous forest ne mattoru perana endu? Monsoon forest. Kriba Mary, what are you doing there? Are you talking? Deciduous forest മറ്റൊരു പേരാണ് മൺസൂൺ ഫോറസ്റ്റ്. Deciduous forest also known as monsoon forest. Deciduous forest മറ്റൊരു പേര്
മൺസൂൺ ഫോറസ്റ്റ് എന്നാണ്. They are usually found along the foothills of Himalaya. ഹിമാലയൻ താഴ്വരകളിൽ ഹിമാലയ താഴ്വരകളിലെ ഏത് കാണപ്പെടും? ഈ മൺസൂൺ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണപ്പെടുന്നു. അതുപോലെ വെറ്റർ പാർട്സ് ഓഫ് ദ സദേൺ പ്ലാറ്റ്യൂ, സദേൺ പ്ലാറ്റ്യൂവിന്റെ വെറ്റർ പാർട്സിലും നമുക്ക് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മൺസൂൺ ഫോറസ്റ്റ് കാണാൻ സാധിക്കും. They cover more area in India than evergreen forest. അപ്പൊ എവർഗ്രീൻ ഫോറസ്റ്റിനെക്കാളും കൂടുതൽ എന്താണ്? മൺസൂൺ ഫോറസ്റ്റ് ആണ് കാണപ്പെടുക. ഒന്നും കൂടെ പറയാം, ഡെസിഡ്യൂസ് ഫോറസ്റ്റിന്റെ മറ്റൊരു പേര് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ഓൾസോ നോൺ ആസ് മൺസൂൺ ഫോറസ്റ്റ്. Monsoon forest or deciduous forest are found along the foothills of Himalayas and wetter parts of the southern plateau. എവിടെയാ കാണുക? സദേൺ പ്ലാറ്റ്യൂല് അല്ലെ, വെറ്റർ പാർട്സ് ഓഫ് സദേൺ പ്ലാറ്റ്യൂലും അതുപോലെ ഹിമാലയൻ താഴ്വരകളിലും നമുക്ക് എന്ത് കാണാം? ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണാൻ പറ്റും. ഇനി അതിന്റെ പ്രത്യേകത നോക്ക്. The trees found in deciduous forest shed their leaves in the dry season. Teak and sal are the main trees found in these forests. Other trees which grow in these forests are shisham, sandalwood, mahua, semul and bamboo. Okay. ഈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മൺസൂൺ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താ? എവർഗ്രീൻ ഫോറസ്റ്റ് ഒരിക്കലും ഇലകൾ പൊഴിക്കാറില്ല. എവർഗ്രീൻ ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് ദർ ലീവ്സ് അറ്റ് എനി ടൈം. ഒരു സമയത്തും ഇലകൾ പൊഴിക്കാത്ത വനങ്ങളാണ് ഇത് എവർഗ്രീൻ ഫോറസ്റ്റ്. പക്ഷേ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മൺസൂൺ ഫോറസ്റ്റ് എന്ത് ചെയ്യും? ഷെഡ് ദർ ലീവ്സ് ഇൻ ഡ്രൈ സീസൺ. ഡ്രൈ സീസൺ ആവുമ്പോ ഇലകൾ പൊഴിക്കും. ഡ്രൈ സീസൺ ആവുമ്പോ ഇതിന്റെയൊക്കെ ഇലകൾ പൊഴിഞ്ഞു പോകാറുണ്ട് അല്ലെ? ഇനി ടീക്ക് ആൻഡ് സാൽ ആർ ദ മെയിൻ ട്രീസ് ഫൗണ്ട് ഇൻ ദീസ് ഫോറസ്റ്റ്. അപ്പം നമ്മുടെ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മൺസൂൺ ഫോറസ്റ്റിൽ കാണുന്ന മെയിൻ ട്രീസ് ഏതൊക്കെയാണ്? ടീക്കും സാലും. ടീക്ക് ആൻഡ് സാൽ ആർ ദ two trees found in monsoon forest. Other trees which grow in these forests are shisham, sandalwood, mahua, semul and bamboo. ഒന്നുകൂടെ പറയാം. ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ഷെഡ് ദർ ലീവ്സ് ഇൻ ഡ്രൈ സീസൺ. ഡ്രൈ സീസൺ ആവുമ്പോൾ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ഇലകൾ പൊഴിക്കാറുണ്ട്. ഇനി അവിടെ കാണുന്ന മെയിൻ ആയ ട്രീ ടീക്ക് ആൻഡ് സാൽ ആണ്. ടീക്ക് ആൻഡ് സാൽ ആർ ദ ഇമ്പോർട്ടന്റ് ട്രീസ് ഫൗണ്ട് ഇൻ monsoon forest. Other trees such as shisham, sandalwood, mahua, semul and bamboo. ഇപ്പൊ എന്തൊക്കെ ട്രീസ് അവിടെ കാണപ്പെടുക? ഡെസിഡ്യൂസ് ഫോറസ്റ്റ് കാണപ്പെടുന്ന ട്രീസ് ഏതൊക്കെയാ? shisham, mahua, semul, bamboo, teak, sal. മനസ്സിലായോ? ടൈപ്സ് ഓഫ് ഫോറസ്റ്റിലെ എവർഗ്രീൻ ഫോറസ്റ്റും ഡെസിഡ്യൂസ് ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. എവർഗ്രീൻ ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് ദർ ലീവ്സ്. ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ഷെഡ് ദർ ലീവ്സ് ഇൻ ഡ്രൈ സീസൺ അല്ലെ? എവർഗ്രീൻ ഫോറസ്റ്റ് ഇലകൾ പൊഴിക്കാറില്ല. ദെൻ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ഡ്രൈ സീസൺ ആകുമ്പോൾ ഇലകൾ പൊഴിക്കും. ഇനി നമ്മുടെ എവർഗ്രീൻ ഫോറസ്റ്റ് എവിടെയാണ് ഇന്ത്യയില്? ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയാസ് അല്ലെ? ഫുഡ് ഹിൽസ് ഓഫ് in India there are found in rainy slopes of Western Ghats, the hills of Northeast India and Andaman and Nicobar Islands. But in deciduous forests are found in foothills of Himalayas and wetter parts of southern plateaus. Then main trees in evergreen forest are ebony, mahogany and rosewood. Then main forest in deciduous forest are sandalwood, mahua, semul and bamboo. Then teak and sal. മനസ്സിലായില്ലേ വ്യത്യാസം? മനസ്സിലായോ? Third one, thorn bushes. Third one, thorn bushes. Thorn bushes. Thorn forests are mostly found in the desert areas of Rajasthan. Few trees along with the bushes are common. The trees and shrubs have long roots, thick bark, sharp thorns and small leaves.
They can survive without water for long periods. Babul and kikar are the main trees found in these forests. മൂന്നാമത്തെ type of forest ആണ് ഇത് thorn bushes. Thorn forests are mostly found in desert area. അപ്പം thorn bushes, thorn forest കൂടുതലായി കാണപ്പെടുന്നത് മരുഭൂമി ഏരിയകളിലാണ്, മരുഭൂമികളിലാണ്. ഏരിയാസ് ഓഫ് രാജസ്ഥാൻ മരുഭൂമിയിലാണ് നമുക്ക് thorn bushes കൂടുതലായി, thorn forest കൂടുതലായി കാണാൻ സാധിക്കുക. Few trees, കുറച്ച് trees along with the bushes are common. Few trees along with the bushes are common in these forests. The trees and shrubs have long roots. എന്താ ട്രീസിനെ trees and shrubs have long roots. മരങ്ങൾക്ക് അല്ലെങ്കിൽ shrubsനെ നീളമുള്ള വേരുകൾ ഉണ്ടാവും. പിന്നെ തിക്ക് ബാർക്ക്, ഇടതൂർന്ന ബാർക്ക്. പിന്നെ ഷാർപ്പ് തോൺസ് ആൻഡ് സ്മോൾ ലീവ്സ്. ഇതാണ് അവിടുത്തെ മരങ്ങളുടെ പ്രത്യേകത. അപ്പം thorn forests are mostly found in desert areas of Rajasthan. Few trees along with the bushes are common there. Then plants and shrubs have long roots. Long roots, thick bark, sharp thorns and small leaves. ചെറിയ ഇലകളും പിന്നെ വേരുകൾ, നീളമുള്ള വേരുകളൊക്കെയാണ് അവിടെയുള്ള മരങ്ങളുടെ പ്രത്യേകത. They can survive without water for long periods. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കുറെ കാലം വെള്ളം ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും, കുറെ കാലം നിലനിൽക്കാൻ പറ്റും. മഴയൊന്നും ലഭിച്ചില്ല എങ്കിലും കുറെ കാലം നിലനിൽക്കാൻ പറ്റും. നമുക്കറിയാം മരുഭൂമിയിൽ ഒട്ടകം, അല്ലെ, ഒട്ടകത്തിന് കുറെ കാലം വെള്ളം ഇല്ലെങ്കിലും മഴ പെയ്തില്ലെങ്കിലും എന്തും അത് ജീവിക്കും, അല്ലെ. അതുപോലെ തന്നെയാണ് ഡെസേർട്ട് ഏരിയാസിലെ ട്രീസും. മഴ പെയ്തില്ലെങ്കിൽ പെട്ടെന്നൊന്നും മരത്തിന് ക്ഷീണം സംഭവിക്കില്ല. ഇനി അവിടെ കാണുന്ന മെയിനായ ട്രീ എന്ന് പറയുന്നത് ബാബൂൽ ആൻഡ് കീക്കർ. ബാബൂൽ ആൻഡ് കീക്കർ ആർ ദ മെയിൻ ട്രീസ് ഫൗണ്ട് ഇൻ thorn forest. thorn forest കാണുന്ന മെയിൻ ട്രീസ് ഒക്കെയാ ബാബു, കീക്കർ. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും, ഒന്ന് വായിച്ച പെട്ടെന്ന്. എബിനെ വായിച്ചേ മോനെ. എബിൻ, ആഗ്നസ്, ആഷിൻ, ദേവാഞ്ജന ഫിനിഷ്ഡ്. ഓക്കെ, സൂര്യദേവ് ഓൾസോ ഫിനിഷ്ഡ്. ദേവാഞ്ജന എന്താ അവിടെ ചെയ്യുന്നേ? കൃപാമേരി ഫിനിഷ്ഡ്. ഓക്കെ, ഓക്കെ. അപ്പൊ thorn ഫോറസ്റ്റ് കാണപ്പെടുന്ന എവിടെയാണ്? thorn forests are mostly found in desert areas of Rajasthan. രാജസ്ഥാൻ മരുഭൂമികളിലാണ് നമ്മുടെ thorn forest കൂടുതലായി കാണപ്പെടുക. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് few trees, കുറച്ച് വൃക്ഷങ്ങൾ, കുറച്ച് മരങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ trees and shrubs have long roots. ഇങ്ങനെയുള്ള ട്രീസിന് നീളമുള്ള വേരുകളും തിക്ക് ബാർക്കും ഷാർപ്പ് തോൺസും സ്മോൾ ലീവ്സും ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഈ മരങ്ങൾക്ക്, ഇവിടെയുള്ള മരങ്ങൾക്ക് കുറെ കാലം മഴ കിട്ടിയില്ലെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കഴിവ് ഉണ്ട്. അവിടെ കാണുന്ന, അതായത് thorn ഫോറസ്റ്റ് കാണുന്ന മെയിൻ ട്രീസ് എന്ന് പറയുന്നത് കീക്കറും ബാബൂളുമാണ്. ബാബൂൽ ആൻഡ് കീക്കർ ആർ ദ ടു ട്രീസ്
found in thorn bushes. Kriba Mary ഉറക്കം വരുന്നുണ്ടോ? ആഷിൻ നേരെ ഇരുന്നേ. Kriba Mary, switch on your camera. Okay. അല്ല, എങ്ങോട്ടാ പോകുന്നത്? Next one, mountain forest. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിനു മുമ്പേ who will read the lesson loudly? Yes, Kriba is ready to read. Okay, Kriba, unmute and read. Forests are an important gift of nature. Ideally, 33% of the total area of country should be under forests. At present, only about 1/5, 20% of India's total areas is under forest. This is not enough. Forests are very useful to us. They give us many things such as wood, herbs, fruits, gum, and medicinal plants. They also provide shelter to animals. Wood from trees is used to make many things. Can you name a few types of forests? Many types of forests are found in India. They are classified into the following groups. Evergreen forests. Evergreen forests are mostly found in hot and wet regions. Okay, please stop there, Mole. Kriba, please stop there. Next one, Aaron. Okay, Aaron, unmute and read. In India, they are found on the rainy slopes of the Western Ghats, the hills of northeastern India, and in the Andaman and Nicobar Islands. The trees found in evergreen forest do not shed their leaves, thus they remain green throughout the year. Trees in evergreen forest are tall and have a broad canopy at the top. Their wood is very hard. The many evergreen trees are aboy. Okay, please stop there, Aaron. Next one, Nebin. Deciduous forests are also called monsoon forests. They are usually found along the foothills of the Himalayas and the better part of the southern plateau. They cover more area in India than the evergreen forest. The trees found in deciduous forest shed their leaves in the dry season. Teak and sal are the main trees found in these forest trees which shisha, sandalwood, mahua, simul, and bamboo. Okay, please stop there, Mane. Next one, thorn bushes. Yes, Christine, unmute the Mane. Thorn bushes are most found in the desert
areas of Rajasthan. We trees long with bushes are common. The trees and Ah. sharp have long roots. Thick Ah. bark, Bark. sharp Sharp thorns. bark, Ah. sharp thorns and small leaves. They can survive Survive. without Ah. long Without water. periods. For long periods. About and here are Babul the and Kikar. main trees for in the three forest. Found in these forests. Okay. Then next ones. Ah, yes, Suryadev. Unmute ചെയ്ത മോനെ. ആദ്യം മുതലേ വായിച്ചോ. Forests are an important gift of nature. It on 1/3 of the total area of the country. and forest. At present, 1/5 of India under they all provide shelter to animals, wood from to make many things. Can you name a few? Okay, please stop the next one. Ah, yes, Muhammad Nihal. Types of forest. Many types of forests are found in India. They are classified into the following groups. Evergreen forests. Evergreen forests are mostly found in hot and wet regions. In India, they are found on the rainy slopes of the Western Ghats, the hills of northeastern India, and in the Andaman and Nicobar Islands. The trees found in evergreen forests do not shed their leaves. Thus, they remain green throughout the year. Trees in evergreen forests are tall and have a broad canopy at the top. Their wood is very hard. The main evergreen trees are ebony, mahogany, and rosewood. Deciduous forest. Deciduous forests are also called monsoon forests. They are usually found along the foothills of the Himalayas and in the wetter parts of the southern plateaus. Okay, please stop there, Nihal. Next one, Adidev Pramod. Unmute, Adidev. They cover
They cover more area in India than the evergreen forest. The trees found in the Deciduous, forest, shed deciduous their, forest, shed their leaves. shed their leaves in the dry season. Dry season. Take and dry Teak and season. sal. Take and sell. Teak, Take and sal are One the teak and sal. teak and sal are the main trees found in these forests. Other trees which grow in these forests are sesame, sunwood, maho, samul, and bamboo. Tar forest. Isham, Tar sandalwood, forests mahua, are semul, and mostly bamboo. Tar forests. Thorn forest. Thorn. Mostly found. Thorn. Thorn forest. Thorn forests are mostly thorn forests are mostly found in the desert areas of Rajasthan. Few trees along with bushes are Common. Are common. The trees Are common. Please stop there, Adidev. Okay, ഇനി ആരാ വായിക്കാനുള്ളത്? Yes. Sridev Krishna, you can read. The trees and shrubs have long roots, thick bark, sharp thorns, and small leaves. They can survive without water for long Periods. periods. Babul and Kikar Are the main trees found in this forest. First mudal. Forests are an important gift of nature. Ideally, 1/3, 33% of the total area of a country should be under forest. At present, only about 1/5, 20% of India total area is under forest. This is not enough. Okay. enough. Okay, next one. ഇനി ആരായിരുന്നു? ആഷിൻ വായിച്ചോ? ആഷിൻ, you can read. Okay. ആഷിന് റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. അൽന. Forests are very useful to us. They give us many things such as food, herbs, fruits, gum, and medicinal plants. They also provide shelter to animals. Wood from trees is used to make anything. Can you name a few types of forests? Many types of forests are found in India. They are classified into the following groups. Evergreen forests. Evergreen forests are mostly found in hot and wet regions. In India, they are found on the rainy slopes of the Western Ghats, the hills of northern East India, and in the Andaman and Nicobar Islands. Okay, please stop there. Alna. Next one, Fatima. Yes, Devandana, please take that. The trees found in evergreen forests do not shed their leaves, thus they remain green throughout the year. Trees in evergreen forests are tall and have a
a bold canopy at the top. Their wood is very hard. The main evergreen trees are ebony, mahogany, and rosewood. This is Deciduous forest. Deciduous forests. Deciduous forests are also called monsoon forests. They are usually found along the foothills of the Himalayas and in the better parts of the southern plateaus. They Okay, cover please more stop there. areas in Fatima, please India stop than there. Mole, please stop. Next one, Devanjana. Yes. ഇപ്പൊ ക്ലാസ് കട്ടാവും വേഗം അൺമ്യൂട്ട് ചെയ്തേ ദേവാഞ്ജന ആയില്ല അൺമ്യൂട്ട് ആയില്ല Cover area in India that ദേവാഞ്ജന കേൾക്കുന്നില്ല കേൾക്കുന്നില്ല മോളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ they cover more area in India than the evergreen forest. The trees found in deciduous forests shed their leaves in the dry season. Teak and sal are the main trees found in these forests. Other trees which grow in these forests are shisham, sandalwood, mahua, semul, and bamboo. Okay, please stop there, Devanjana. Next Mahua, one, Seba. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ സെബ അൺമ്യൂട്ട് ചെയ്തേ Stone forests are mostly found in the desert areas of Rajasthan. Few trees along with the bushes are common. The trees and shrubs have long roots, thick branches, sharp thorns, and small leaves. They can survive without water of long periods. Bamboo and kika are the main trees found in this forest. ഓക്കെ അപ്പൊ നമ്മുടെ ടൈം കഴിയാനായി എല്ലാവരും ടെക്സ്റ്റ് നന്നായി വായിക്കാം 2 or 3 പ്രാവശ്യം വായിക്കുക ഇനി ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന് 10 വൺ വേർഡ് ക്വസ്റ്റ്യൻ കണ്ടെത്തുക 10 വൺ വേർഡ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും മനസ്സിലായോ യു ക്യാൻ ഫൈൻഡ് ദ 10 വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഫ്രം ദീസ് ഏരിയ ഇന്ന് തന്നെ കണ്ടെത്തുക കേട്ടോ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ ഉണ്ട് 10 വൺ വേർഡ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും കണ്ടെത്തി എഴുതി സെൻഡ് ചെയ്യാം ഓക്കെ ബൈ ബൈ